നമസ്കാരം. നമ്മുടെ ടൊയോട്ടയുടെ ഹൈലക്സ് ആണേ. ടൊയോട്ട ഹൈലക്സ്. നല്ലൊരു 4x4 ബീസ്റ്റാണ് ഈ കിടക്കുന്നത് ടൊയോട്ട ഹൈലക്സ്. നല്ലൊരു അടിപൊളി റോഡ് പ്രസൻസ് ഒക്കെ ഉള്ള 2.8 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജബിൾ എഞ്ചിനുള്ള നമ്മുടെ ടൊയോട്ട ഹൈലക്സ്. BS6 ആണ് വരുന്നത്. കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ഒരു റോയൽ ഫീലുള്ള ഒരു 4x4 ആണ് നമ്മുടെ ടൊയോട്ട ഹൈലക്സ്. ഡ്രൈവ്, പവർ മോഡ് ഡ്രൈവ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ടൊയോട്ട ഹൈലക്സ്. ഇതിൻ്റെ ഈ ബാക്ക് ക്യാരിയർ കപ്പാസിറ്റി വരുന്നത് 400 to 500 കിലോഗ്രാംസ് ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയും. വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. ഇപ്പം നമ്മുടെ അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 7 എയർ ബാഗ്സ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് കർട്ടൻസ്, നീ എയർ ബാഗ്സ്. പിന്നെ ഇതിൻ്റെ ഹിൽസ് അസിസ്റ്റൻസ്, HAC കൺട്രോൾസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഫിനിഷായിട്ടുള്ള നല്ല സോഫ്റ്റ് പ്രീമിയം കോട്ടിങ്സ് ഉള്ള സീറ്റിങ്സ്, ബാക്കിലേക്ക് റെയർ വ്യൂ, വിൻസ്, 8-way അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ലെതറിങ് സ്റ്റിയറിങ്സ്, നല്ലൊരു ഇൻറ്റീരിയറും എല്ലാം ടൊയോട്ട ഈ നമ്മുടെ ഹൈലക്സിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഫോർച്യൂണറിൻ്റെ അതേ ഒരു ലുക്കും നമുക്ക് ഈ അകത്ത് കയറിയ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു കംഫർട്ടും സേഫ്റ്റിയും എല്ലാം നമ്മുടെ ഹൈലക്സിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ മറ്റ് കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ളത് HAC, DAC, VAC ഇങ്ങനെ കുറേ സികൾ നമുക്ക് കേൾക്കാൻ കഴിയും. കാര്യം എന്ന് വെച്ചാൽ HAC എന്ന് വെച്ചാൽ ഹിൽ അസിസ്റ്റൻറ്റ് കൺട്രോള്, DAC എന്ന് വെച്ചാൽ ഡൗൺ ഹിൽ കൺട്രോള്, VAC എന്ന് വെച്ചാൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ. ഇതൊക്കെ നമുക്കറിയാം, എന്നാലും ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ HAC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കയറ്റമൊക്കെ ഒന്ന് നിർത്തിയിടുമ്പോഴുണ്ടല്ലോ, ഈ കയറ്റമൊക്കെ നിർത്തിയിടുമ്പോൾ ഈ വണ്ടി ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് പോവാതിരിക്കും, ഒന്ന് ഇറക്കത്തിൽ ഒരു സ്റ്റോപ്പബിൾ കപ്പാസിറ്റി കിട്ടുന്നതാണ് HAC. ഇപ്പോൾ DAC നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺ ഹിൽ കൺട്രോൾ. അതായത് ഇത് ഈ ഓഫ് റോഡ് വണ്ടിയല്ലേ, നമ്മുടെ ഈ ചരലുകളും അങ്ങനെയുള്ള റോഡ്സിനൊക്കെ ഇത് വരുമ്പോൾ ഈ വണ്ടിക്കൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റി, ഈ സ്ലിപ്പറി റോഡ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ടൊയോട്ട ഹൈലക്സിന്. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞത് VAC എന്ന് വെച്ചാൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ. അതായത് ഈ മഴയത്തൊക്കെ നല്ല മറ്റേ കൊടുംവളവുകളൊക്കെ ഇതൊന്ന് നല്ല രീതിയിൽ ടേൺ ചെയ്തെടുത്താൽ ഈ വണ്ടി സ്കിഡായി പോവാതെ നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്മാർട്ട് ഫീച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോ ഡ്രൈവ് മോഡുണ്ട്. അതായത് എന്നിട്ട് എൻജിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫങ്ഷൻസും വരുന്നുണ്ട്. എക്കോ മോഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്യൂവൽ സേവ് ചെയ്യാനാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ എക്കോ മോഡ്. മാത്രമല്ല പവർ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു അഗ്രസീവ് ഫീച്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സേഫ്റ്റിയൊക്കെ നമ്മുടെ കമ്പനി പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിനോടൊരു ഒരു നമ്മുടെ സ്വന്തം വണ്ടി എന്ന രീതിയിൽ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട ഹൈലക്സ്. നല്ല റോയൽ വണ്ടിയാണ്.